My dear students, Dr. James Taylor Kendrick lectures on homeopathic materia media എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 278ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ക്രിയോസോട്ടം എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ സ്രവങ്ങൾ, ശരീരസ്രവങ്ങൾ, ആ സ്രവങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതിൻ്റെ അതിന് തുടർച്ചയായിട്ട് അതിൻ്റെ വിശദീകരണം, കൂടാതെ ഒരു ക്രിയോസോട്ട് പേഷ്യൻ്റെ ഒരു മുഖഭാവം, ഈ മുഖഭാവം സൂക്ഷ്മമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു ക്യാൻസറോ എയ്ഡ്സോ TB ഒക്കെ വന്നിട്ട് മരണാസന്നരായ രോഗികളുടെ ഒരു മുഖഭാവം പോലെ നമുക്ക് തോന്നും. അപ്പോൾ ക്രിയോസോട്ടം ഒരു പാലിയേറ്റീവ് മെഡിസിനായിട്ട് ഉപയോഗിക്കാം എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതിനോട് ഇത് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ തൊലിപ്പുറത്തുണ്ടാകുന്ന മുഴകൾ ക്യാൻസറസ് ആകാം, അല്ലാത്തതുമാകാം. അപ്പം മൊത്തത്തിൽ ക്രിയോസോട്ടത്തിനെ കുറിച്ച് കുറച്ചുകൂടി വിപുലമായ ഒരു കാഴ്ചപ്പാട് ഈ രണ്ടാം ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദ ക്രിയോസോട്ട് ഫേസ് ഹാസ് എ യെല്ലോവിഷ് പാലർ, മഞ്ഞച്ച മുഖം, വിളറി മഞ്ഞച്ച മുഖം. ഇറ്റ് ഈസ് എ സിക്ലി കോൺട്രൻസ്, സെമി കാറ്ററ്റിക്, intermingled with blotches that are reddish looking as if erysipelas were going to set in. അതാകെ ഒരു ഗ്രഹണി പിടിച്ച് പാതി ശോഷിച്ച, ഈ ശരീരം ശുഷ്കിക്കൽ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ, അത് പൂർണ്ണതോതിലല്ല, ഒരു അർദ്ധ ശോഷിക്കൽ രീതിയിലുള്ള ഒരു കണ്ടാൽ രോഗിയാണെന്ന് തോന്നിക്കുന്ന വിളറിയ മുഖം. അതിൽ ഇടയ്ക്ക് മുഖത്ത് പാടുകളുണ്ട്. ഈ പാടുകൾ തിണർപ്പുകളായിട്ട്, തടിപ്പുകളായിട്ട്, വീക്കമുള്ളതായിട്ട് മാറുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ചുവന്ന നിറമുണ്ട്. ഇൻ ഓൾഡൻ ടൈംസ് ദിസ് കോൺട്രൻസ് വാസ് കോൾഡ് എ സ്കോർബ്യൂട്ടിക് കോൺട്രൻസ്. മുൻപ് കാലത്ത്, 150 കൊല്ലം മുമ്പാണ് കെൻഡ് ഇത് എഴുതിയത്. അതിനും മുൻപുള്ള കാലത്ത് ഗ്രഹണി പിടിച്ച മുഖം എന്ന് വിളിക്കുമായിരുന്നു. നമ്മൾ ഇപ്പോഴും അങ്ങനെ പറയാറുണ്ട് മലയാളത്തിൽ, ഗ്രഹണി എന്നുള്ള തരത്തിൽ. ടേക്ക് എ വുമൺ വിത്ത് ദിസ് കൈൻഡ് ഓഫ് കോൺട്രൻസ്. At every menstrual flow, she complains of much swelling and rawness of the genitals. The flow is copious, clotted, stops and then starts again. Comes too soon and lasts too long. സുദീർഘമായൊരു വാചകമാണത്. സ്ത്രീകളുടെ ആർത്തവകാലത്തെ പ്രശ്നങ്ങളുമായിട്ട് ക്രിയോസോട്ടിൽ കാണുന്ന സവിശേഷതകളാണ്. ആർത്തവകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന, അത് പിന്നീട് പോയിട്ട് വീണ്ടും അടുത്ത തവണ വരുന്ന തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ ഒരു സമയത്ത്, ആർത്തവ സമയത്ത്, ഈ സ്ത്രീയുടെ ഒരു മുഖഭാവം തന്നെ ഇങ്ങനെ വിളറി, ഈ പറഞ്ഞ പോലെ സ്കോർബ്യൂട്ടിക് കോൺട്രൻസിലേക്ക് വരാം, ഗ്രഹണി പിടിച്ച പോലെ ആകാം ആർത്തവകാലത്ത്. അറ്റ് എവറി മെൻസ്ട്രൽ ഫ്ലോ, ഓരോ ആർത്തവ രക്തസ്രാവത്തിൻ്റെ സമയത്തും, ആ സമയത്ത് നേരത്തെ കണ്ട കാര്യം തന്നെയാണ്, ജെനിറ്റൽസിൽ, ലൈംഗികാവയവങ്ങളിൽ നീർവീക്കം, അവിടെ തൊലിയൊക്കെ പോയിട്ട് നീറ്റലും പൊള്ളലും. ദ ഫ്ലോ ഈസ് കോപ്പിയസ്, വളരെയധികമായ ഫ്ലോ വരുന്നുണ്ട്, കട്ടകൾ പോകുന്നുണ്ട്, ഇടയ്ക്ക് നിന്ന് പോവും, വീണ്ടും തുടങ്ങും. കംസ് ടു സൂൺ ആൻഡ് ലാസ്റ്റ് ടു ലോങ്, വളരെ പെട്ടെന്ന് ഫ്ലോ വരുന്നു, ഫ്ലോ നീണ്ടു നിൽക്കുന്നു. അങ്ങനെയുള്ള സവിശേഷത. ചില സമയത്ത് അത് കറുത്ത നിറമാണ്, ചിലപ്പോൾ വളരെ ദുർഗന്ധമുണ്ട്. മാത്രമല്ല ക്രിയോസോട്ടിൻ്റെ സ്വഭാവം, ഈ ഫ്ലോ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ, ജെനിറ്റൽസിലും തുടയുടെ ഭാഗങ്ങളിലുമൊക്കെ തൊലി ദ്രവിച്ചിട്ട് നടക്കുമ്പോൾ വേദന, നീറ്റിലൊക്കെ ഉണ്ടാക്കും. പ്രൊഡ്യൂസർ റോനസ് അപ്പോൺ തൈസ് ആൻഡ് ജെന്റിൽസ് വിച്ച് മച്ച് സ്വെല്ലിംഗ്, അവിടെ നീർവീക്കം ഉണ്ടാവും. അറ്റ് എവറി മെൻസ്ട്രൽ പീരിയഡ് ദർ ഇസ് റോനസ് ഓഫ് ദ ലിപ്സ് ആൻഡ് ഫിഷേഴ്സ് ഇൻ ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത്സ്. അവിടെ ജെന്റിൽസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ആർത്തവത്തോടനുബന്ധിച്ച് ചുണ്ടുകളിൽ ഈ റോനസ് തൊലി പോയിട്ട് നീറ്റിൽ വരുന്നു. കടവായിൽ, വാഴ ചുണ്ടുകൾ ചേരുന്ന ഭാഗത്ത് അങ്ങനെ വരുന്നു. ഫിഷേഴ്സ്, ദ ടിയേഴ്സ് ബിക്കം റെഡ്, കണ്ണീര് പോലും ഈ പറയുന്ന നീറ്റുളവാക്കുന്ന ഒന്നായിട്ട് മാറുന്നു. കണ്ണീർ ഒഴുകുന്ന ഭാഗങ്ങളിൽ തൊലി പോകുന്നു. അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ് ഓൾ ദ ഫ്ലൂയിഡ്സ് ഓഫ് ദ ബോഡി സീം ടു ബി ആക്രിഡ് ആൻഡ് ദ ബേൺ വേറെവർ ദേ ടച്ച്. ആർത്തവകാലം ആ സ്ത്രീയുടെ മൊത്തം ഫ്ലൂയിഡ് ഫ്ലോയിനെ ആക്രിഡാക്കി മാറ്റുന്നു, ദ്രവിപ്പിക്കുന്ന സ്വഭാവമാക്കുന്നു. കണ്ണീര്, ഉമിനീര്, എല്ലാ സ്രവങ്ങളും അത് സ്പർശിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാക്കുന്നു. വെരി ഓഫൻ ദർ ഇസ് എ ലൂസ് സ്റ്റൂൾ വിച്ച് ഈസ് ഓൾസോ ആക്രിഡ് ആൻഡ് സ്മാർട്സ് ദ ഏനസ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. വാർത്തകാലത്ത്
മിക്കവാറും പലപ്പോഴും വയറിളക്കവും വരാം. ഈ ഇളകിപ്പോകുന്ന മലവും സ്പർശിക്കുന്ന മലദ്വാരത്തിൻ്റെ ഭാഗങ്ങളിൽ ഇതേമാതിരി തൊലി ദ്രവിച്ചു പോയി നീറ്റിലുണ്ടാക്കുന്നു. നടക്കാൻ നേരത്തൊക്കെ പ്രശ്നം, വസ്ത്രം ധരിക്കാൻ പ്രശ്നം. ഇനിയാണ് ആ മെൻസ്ട്രൽ ഫ്ലോയുടെ ഏതൊക്കെ ഘട്ടങ്ങളിൽ വരാം. ഇത് പ്രാക്ടീസിൽ നിങ്ങൾക്ക് നല്ല ടിപ്സ് തരുന്നൊരു കാര്യമാണ്. പലപ്പോഴും ആശയക്കുഴപ്പം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ മുന്നിൽ ആയിരിക്കണം കെൻഡ് അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓൾ ദ സിംറ്റംസ് ആർ വേഴ്സ് അറ്റ് ദ മെൻസ്ട്രൽ പീരീഡ്. ആർത്തവകാലത്ത് എല്ലാ പ്രശ്നങ്ങളും മോശമാകും. സംടൈംസ് ഇൻ ദ ഏർലി പാർട്ട്, ചിലപ്പോൾ ആർത്തവത്തിൻ്റെ ആരംഭഘട്ടത്തിൽ. സംടൈംസ് അറ്റ് ദ മിഡിൽ, ചിലപ്പോൾ ആർത്തവ രക്തസ്രാവത്തിൻ്റെ മധ്യ സമയത്തായിരിക്കും. സംടൈംസ് ഓൾ ത്രൂ, ചിലപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകാം. ആൻഡ് സംടൈംസ് അറ്റ് ദ ക്ലോസ്, ചിലപ്പോൾ രക്തസ്രാവം അവസാനിക്കുന്ന സമയത്താകാം. ഇപ്പം എങ്ങനെയും ആകാം. ആർത്തവ സമയത്ത് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. എപ്പോൾ വേണമെങ്കിലും ആകാം, മൊത്തത്തിലും ആകാം. സംതിങ് മോർ അബൌട്ട് ദ സ്കോർബ്യൂട്ടിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബ്രോട്ട് ഔട്ട് ഇൻ റിലേഷൻ ടു ദ ഗംസ്. ഇനി മോണയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഗ്രഹണി പിടിച്ച ആ ഒരു അവസ്ഥയുടെ ഒരു മാനിഫെസ്റ്റേഷൻ മോണയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വരാം. അവിടെ മോണ വീർത്ത് വന്നിട്ട് ചെമന്ന നിറമായിട്ട് മുഴ പോലെ വന്നിട്ട് പല്ലിൽ നിന്നും വേർപെട്ട് പോകുന്നു. മുഴ വന്ന് വീർക്കുമ്പോൾ പല്ല് മാത്രമായിട്ട് വേർതിരിഞ്ഞ് നിൽക്കുന്ന പോലെ കാഴ്ചയിൽ തോന്നാം. ദേ ബിക്കം സ്പോഞ്ചി ആൻഡ് ബ്ലീഡ് ഈസിലി, വളരെ മൃദുവായിത്തീരുന്നു, സ്പോഞ്ചിയായിത്തീരുന്നു, വളരെ വേഗം രക്തസ്രാവം ഉണ്ടാകുന്നു. ഇൻ ദ മൗത്ത് ദർ ഈസ് മച്ച് അൾസറേഷൻ ആൻഡ് ലിറ്റിൽ അൾസേഴ്സ് സ്പ്രെഡ് ഫ്രം ആഫ്റ്റർ പാച്ചസ്. ആഫ്റ്റർ പാച്ചസ് കൊച്ചു കൊച്ചു പൊട്ടുക പോലെ വ്രണങ്ങൾ വന്നിട്ട് അത് വലുതായി അത് പടർന്ന് വലിയ വ്രണമായി തീരാം വായിൽ മുഴുവൻ. സ്മാർട്ടിങ് ആൻഡ് ബേണിങ്, നീറ്റലും പൊള്ളലും ഉണ്ട്. ദ ടങ് ഹാസ് അൾസേഴ്സ് അപ്പോൺ ഇറ്റ്, നാവിലും വ്രണങ്ങൾ വരുന്നു. വിച്ച് ബ്ലീഡ് ഈസിലി അപ്പോൺ ടച്ച്, നാവിൽ നേരത്തെ കണ്ട് ടങ് ഡിപ്രസർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കിരിഞ്ഞു വരുന്ന പോലെ മണ്ണിൽ നിന്നും സ്പോഞ്ചിൽ നിന്നൊക്കെ വെള്ളം കിരിഞ്ഞു വരെ നാവിൽ നിന്നും രക്തം കിരിഞ്ഞു വരുന്നു. രോഗികളതൊക്കെ കണ്ട് പേടിച്ചു പോകും. നേരെ പോയി സ്കാനിങ്ങിനും ബയോപ്സിക്കൊക്കെ പോവും, വലിയ പ്രശ്നങ്ങളാവും. അതിന് പകരം ഹോമിയോപ്പതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിസ്സാരമായ ഏതാനും ഡോസുകളുണ്ട്. ചിലപ്പോൾ ഒറ്റ ഡോസ് കൊണ്ട് ക്രിയോസോട്ടം കൊണ്ടോ മറ്റേതെങ്കിലും ഉചിതമായ വിഷയം കൊണ്ടോ മാറിപ്പോകും. അറ്റ് ദ ക്ലോസ് ഓഫ് എ ടൈഫോയിഡ് ഫീവർ, ഹെമറേജ് ഫ്രം ദ ബവൽസ്, ബ്ലീഡിങ് ഫ്രം ദ മ്യൂക്കസ് മെംബ്രെയിൻസ്. ഒരു ജ്വരപ്പനി, ടൈഫോയിഡ് പനി അവസാനിക്കുന്നൊരവസ്ഥ, രോഗശാന്തി അല്ലെങ്കിൽ ഒരു റിക്കവറി തുടങ്ങുന്നൊരവസ്ഥ. ആ സമയത്ത് വയറ്റിൽ നിന്നും മലം പോകുന്നതിനൊപ്പം രക്തം പോവുക. മ്യൂക്കസ് മെംബ്രെയിൻസിൽ നിന്നും പോകുന്ന രക്തം മലത്തിലൂടെ വരാം. The mouth becomes raw, and wherever there is a mucous membrane, there is rawness, and the fluids that ooze continue to eat and cause ulceration. വായിൽ നിന്നും മ്യൂക്കസ് മെംബ്രെയിൻ എവിടെയൊക്കെ ഉണ്ടോ, കണ്ണ്, മൂക്ക്, വായ, ഏനസും വജൈനയൊക്കെ വരെ മ്യൂക്കസ് മെംബ്രെയിൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാകാം, മറ്റ് സ്രവങ്ങളുണ്ടാകാം. ഈ സ്രവങ്ങൾ സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ വ്രണങ്ങൾ വരാം. റോനസ് വന്നിട്ട് തൊലി പോയിട്ട് അത് വ്രണങ്ങളായിട്ട് മാറാം, അൾസറേഷൻ ഉണ്ടാക്കാം. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇഫ് അറ്റ് ദ ക്ലോസ് ഓഫ് എ ടൈഫോയിഡ് ഫീവർ, വെൻ ദ ടൈം കംസ് ഫോർ കൺവാൾസൻസ്, വോമിറ്റിംഗ് കംസ്. രോഗശാന്തി പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഛർദിയാണ് വരുന്നത്. വോമിറ്റിംഗ്, ബ്ലീഡിങ്, ഡയറിയാസ്, ഛർദി, രക്തവാർച്ച, വയറിളക്കം. ടൈഫോയിഡ് കഴിഞ്ഞിട്ട് സൗഖ്യത്തിലേക്ക് വരുന്ന അവസ്ഥയിലാണെന്ന് ഓർക്കണം. ദ ഫ്ലൂയിഡ്സ് വോമിറ്റഡ് ഫ്രം ദ സ്റ്റൊമക്ക് ആർ സോ ആക്രിഡ് ആൻഡ് ദേ സീം ടു ടേക്ക് ദ സ്കിൻ ഓഫ് ദ മൗത്ത്. അപ്പോൾ ഈ ഛർദിക്കുന്ന ആ ദ്രാവകം, വയറ്റിൽ നിന്ന് വരുന്ന ദ്രാവകം, അതൊരു സെക്രഷനാണല്ലോ. വയറിൽ ആമാശയത്തിൻ്റെ ശ്ലേഷ്മസ്തരങ്ങളിൽ വരുന്ന സെക്രഷൻസ് ഉണ്ടാകുമല്ലോ. അത് ആക്രിഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഛർദിച്ചു വരുന്ന സ്രവം വായിൽ സ്പർശിക്കുമ്പോൾ ആ വായിൽ നീറ്റലുണ്ടാകുന്നു, അവിടെ തൊലി പോകുന്നു, വ്രണങ്ങളായി പോകുന്നു. സെറ്റ് ദ ടീത്ത് ഓൺ എഡ്ജ്, പല്ലിൻ്റെ വക്കിൽ മുണയായിട്ട് ചേരുന്ന ഭാഗങ്ങളിൽ മേക്ക് ദ ലിപ്സ് റോ, ചുണ്ടുകളിൽ തൊലി പോകുന്നു. ആസിഡ് ഛർദ്ദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരവസ്ഥ ആസിഡിക്കായിരിക്കണം. അതിൻ്റെ ശരീരശാസ്ത്രം, ജീവശാസ്ത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
അതിൻ്റെ ദഹനത്തിന് വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡ് മറ്റുമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ആസിഡിൻ്റെ അംശത്തിൻ്റെ വർധനമായിരിക്കാം അതിൻ്റെ പിന്നിലുള്ളത്. ഏതായാലും അത്തരം നമ്മളതിനെ ഒരു ലാബറട്ടറി ടെസ്റ്റിന് അയച്ച് അത് ഏത് ആസിഡുണ്ട് അല്ലെങ്കിൽ ഏത് ആൽക്കലി ഉണ്ട് എന്നൊക്കെ ഗവേഷണം ചെയ്ത് അതിൻ്റെ സ്വഭാവവും അളവും ഒന്നും പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് എന്ത് ഉണ്ടാക്കുന്നു, എന്ത് ബുദ്ധിമുട്ട് രോഗിക്ക് ഉണ്ടാക്കുന്നു, എന്ത് കാണുന്നു എന്നനുസരിച്ചിരിക്കും. സോ എസ്കോറിയേഷൻ ഫ്രം ദ ആക്രിഡ് ഫ്ലൂയിഡ്സ് ആസ് വെൽ ആസ് എ ത്രോബിങ് ഓൾ ഓവർ ദ ബോഡി. നമ്മൾ നേരത്തെ കണ്ടതാണ് ക്രിയോസോട്ടത്തിൻ്റെ തനത് സ്വഭാവം, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്ര ആക്രിഡ് ആയിട്ടുള്ള ദ്രവങ്ങളിൽ നിന്നും തൊലി ദ്രവിച്ചു പോകുന്നൊരവസ്ഥ, ശരീരം മുഴുവൻ വിങ്ങല് ആർ ഫീച്ചേഴ്സ് ദാറ്റ് യു മസ്റ്റ് ബിയർ ഇൻ മൈൻഡ് വിത്ത് ക്രിയോസോട്ട്. ക്രിയോസോട്ടിനെ കുറിച്ച് നിങ്ങൾ എപ്പോൾ ചിന്തിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചിരിക്കണം. ദ ഡിസ്ചാർജർ ഫ്രം ദ ബോഡി ആർ ഒഫൻസീവ് ബ്ലഡി ആക്രിഡ് ഡിസ്ചാർജർ ഫ്രം ദ നോസ്. അപ്പോൾ ശരീരത്തിൽ നിന്നുള്ള എല്ലാ സ്രവങ്ങളും വല്ലാതെ ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ്, വ്രണമുണ്ടാക്കുന്നതാണ്, തൊലി കളയുന്നതാണ്, കൂടാതെ ദുർഗന്ധം ഉണ്ടാക്കുന്നതാണ്. ഇനി മൂക്കിൽ നിന്നുള്ളത് ദുർഗന്ധമുള്ളതാണ്, രക്തം കലർന്നതാണ്, മൂക്ക് സ്പർശിക്കുന്ന ചുണ്ടും മറ്റുമൊക്കെ മേൽമീശയുടെ ഭാഗമൊക്കെ ദ്രവിപ്പിക്കുന്നതാണ്. ഒഫൻസീവ് വാട്ടറി ഡിസ്ചാർജ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വെള്ളം പോലുള്ള ദുർഗന്ധമുള്ള സ്രവങ്ങൾ ഉണ്ടാകാം. സംടൈംസ് ഈവൻ പ്യൂട്രിഡ്. ചിലപ്പോൾ ഈ വെള്ളം പോലെ എന്നുള്ളത് പഴുപ്പാകാം, മഞ്ഞയോ പച്ചയോ നിറത്തിലുള്ള പഴുപ്പായിട്ടും പോകാം. ദി ലിക്വർ ഈസ് വെരി ഒഫൻസീവ്. വളരെ ദുർഗന്ധമുള്ള വെള്ളപോക്ക്. റാപ്പിഡ് അമീസിയേഷൻ. വളരെ പെട്ടെന്ന് ആൾ ശോഷിച്ചു തുടങ്ങും. ഇത് സ്പോഞ്ചി ബേണിംഗ് അൾസറേഷൻ. സ്പോഞ്ചി ആയിട്ടുള്ള പൊള്ളുന്ന തരത്തിലുള്ള വ്രണങ്ങൾ. പസ് ആക്രിഡ്. അതിൽ നിന്ന് പഴുപ്പ് സ്പർശിക്കുന്ന ഭാഗങ്ങളുടെ തൊലികളെയും. ഇക്കോറസ് ഫെറ്റിഡ് യെല്ലോ. ചിലപ്പോൾ വെള്ളം പോലെ വളരെ ദുർഗന്ധത്തോടു കൂടി പഴുപ്പോടു കൂടിയൊക്കെ മഞ്ഞ നിറത്തിലും ഒക്കെ ഇത്തരം സ്രവങ്ങൾ ഇതിൽ നിന്നുണ്ടാകാം. ഇതൊക്കെ ക്രിയോസോട്ടം ഒരു പാലിയേറ്റീവ് റെമഡിയാണെന്നുള്ള ഓർക്കണം. അർബുദത്തിൻ്റെ സൗഖ്യപ്പെടുത്താനാവാത്ത ഘട്ടങ്ങളിൽ വാസ്തവത്തിൽ എനിക്ക് പല കേസുകൾ എടുത്തു പറയാൻ പറ്റും. ബാബുചേട്ടനും മറ്റു ചില സുഹൃത്തുക്കളുമൊക്കെ പാലിയേറ്റീവ് എന്ന തരത്തിൽ കൊടുത്തിട്ട് സൗഖ്യപ്പെട്ടു പോയ കേസുകൾ. വാസ്തവത്തിൽ പാലിയേറ്റീവ് എന്ന് പറയുന്നതും ആ ഒരവസ്ഥയിൽ ലഭ്യമായ പരിമിതമായ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് എടുക്കുന്ന ഒരു സിമിലിമം തന്നെയാണ്. പക്ഷെ അവിടെ രോഗിയുടെ സമ്പൂർണമായ ലക്ഷണങ്ങൾ, രോഗശാന്തിക്ക് വേണ്ട ലക്ഷണങ്ങൾ, വൈറ്റാലിറ്റി, ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റി കാണിക്കുന്നില്ലായിരിക്കാം. പക്ഷെ കാണിക്കുന്നവയുടെ ടോട്ടാലിറ്റിയാണ് അവിടെ പാലിയേറ്റീവായിട്ട് എടുക്കുന്നത്. അത് പാലിയേറ്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അറിവിൽ, പരിമിതമായൊരു തിയറട്ടിക്കൽ ധാരണയിൽ, ചില നിശ്ചിത ഘട്ടങ്ങളിൽ ഏത് ഔഷധവും പാലിയേറ്റീവായിട്ട് വരാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളുടെ സമഗ്രതയിൽ, ടോട്ടാലിറ്റിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഔഷധം. അപ്പോൾ അങ്ങനെയുള്ള ഔഷധങ്ങൾ കൊടുത്തിട്ട് വളരെ ശ്രദ്ധാപൂർവം, വെറുതെ അങ്ങനെ കൊടുക്കുകയല്ല, വളരെ ശ്രദ്ധാപൂർവം രണ്ടാമത്തെ ഡോസ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ഡോസ് ഉണ്ടാക്കിയ മാറ്റങ്ങളെ വിലയിരുത്തി ഉചിതമായ മാറ്റങ്ങൾ ഔഷധത്തിൽ വരുത്തി, അല്ലെങ്കിൽ കാത്തിരുന്ന് പൊട്ടൻസിയിൽ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി മെഡിസിൻ കൊടുത്ത്, ചിലപ്പോൾ ഒന്ന് ആൻറ്റിഡോട്ട് ചെയ്ത്, അങ്ങനെയൊക്കെ ശ്രദ്ധാപൂർവം പോയി കഴിഞ്ഞാൽ ഈ പാലിയേഷനിൽ തുടങ്ങി ടോട്ടൽ ഹീലിങ്ങിലേക്ക് അവസാനിച്ച കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം ക്രിയോസോട്ടിനെയൊക്കെ നമ്മൾ ആ തരത്തിലെടുക്കണം. സംടൈംസ് ദ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വിൽ റൺ സോ ഹൈ ഇൻ ആൻ അൾസർ. ചിലപ്പോൾ ഒരു വ്രണത്തിൽ വീക്കത്തിൻ്റെതായിട്ടുള്ള, ഇൻഫ്ലമേഷൻ്റെതായിട്ടുള്ളൊരു അവസ്ഥ വരാം. ഓൺലി എ സ്മോൾ അൾസറേഷൻ വളരെ ചെറുതായിരിക്കാം. ദാറ്റ് ഗാംഗ്രീൻ വിൽ സെറ്റ് ഇൻ. അവിടെ നിന്ന് പഴുപ്പ് വന്നിട്ട് അവിടുത്തെ കോശങ്ങളും കലകളും മറ്റുമൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥ, ഗാംഗ്രീനസ് കണ്ടീഷൻ. ആൻഡ് ഹെൻസ് വി ഹാവ് എ ഗാംഗ്രീനസ് അൾസറേഷൻ. വ്രണങ്ങൾ ആ കോശങ്ങളെ, മാംസത്തെ തിന്നുന്ന വ്രണങ്ങളെന്ന് പറയില്ലേ, അങ്ങനെ. ഗാംഗ്രീൻ ഓഫ് ഓൾ പാർട്സ് ദാറ്റ് ആർ ഇൻഫ്ലെയിംഡ്. വീക്കമുള്ള ഏത് സ്ഥലത്തും ഇതേപോലെ മാംസത്തെ നശിപ്പിക്കുന്ന ഗാംഗ്രീനസ് കണ്ടീഷൻ വരാം. വെരി ലോ ഫോർമേഷൻസ് ഒക്കർ അപ്പോൺ ദ മാർജിൻസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻസ്. ശ്ലേഷ്മസ്തരങ്ങളുടെ ആ വക്കിലൊക്കെ മോശമായ വ്രണങ്ങളോ
മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള തടിപ്പുകളൊക്കെ വരാം, ക്രസ്റ്റ് ഫോം, പൊറ്റ പോലെ വരാം. ഇഞ്ചുറേഷൻസ് അണ്ടർ ദ ക്രസ്റ്റ്, ഈ പൊറ്റയുടെ അടിയിൽ കല്ലിപ്പുണ്ടാകും. ദ ക്രസ്റ്റ് കണ്ടിന്യൂ ടു ഫോം, ക്രസ്റ്റ് ഉണ്ടായിട്ട് അത് പൊഴിഞ്ഞു പോയി, അവിടെ ഹീലിംഗ് അല്ല, ക്രസ്റ്റ് പോയത് വീണ്ടും ക്രസ്റ്റ് വരുന്നു. ദ സർക്കുലേഷൻ ഈസ് സോ പുവർ, അതിൻ്റെ അർത്ഥം അതിന് മനസ്സിലാക്കാവുന്ന കാര്യം രക്തചംക്രമണം വളരെ മോശമാണ്, ഹീലിംഗ് നടക്കുന്നില്ല. സോ ഫീബിൾ ഇൻ ദ പാർട്സ് ഓൾ അബൌട്ട് ദ മാർജിൻ ഓഫ് ദ ലിപ്സ് ആൻഡ് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത് ആൻഡ് കോർണേഴ്സ് ഓഫ് ദ ഐസ് ആൻഡ് ഐലിഡ്സ് ആൻഡ് അപ്പോൺ ദ ജെന്റൽസ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ സർക്കുലേഷൻ കുറവായതുകൊണ്ട് ചുണ്ടുകളിലായാലും, ചുണ്ടുകളുടെ വക്കിലായാലും, വായിലായാലും, കടക്കണ്ണിലായാലും, കൺപോളകളിലായാലും, ജെന്റൽസിൽ, ലൈംഗികാവയവങ്ങളിലായാലും അവിടെയൊക്കെ. ആൻഡ് ദർ ഈസ് സോ മച്ച് വീനസ് എൻകോറേജ്മെന്റ് ദാറ്റ് ക്രസ്റ്റ് ഫോം ആൻഡ് അൾസറേറ്റ് ആൻഡ് ബ്ലീഡ് ആൻഡ് പൈലപ്പ്. ഈ സ്ഥലങ്ങളിലൊക്കെ, ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ പൊറ്റകൾ ഉണ്ടാകുന്നു, രക്തം അവിടെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വരുന്നു, വ്രണങ്ങളുണ്ടാകുന്നു, രക്തവാർച്ച ഉണ്ടാകുന്നു. വ്രണങ്ങളിങ്ങനെ വന്നിട്ട് വ്രണത്തിന്മേൽ വ്രണം, പൊറ്റയ്ക്കുമേൽ പൊറ്റ, അങ്ങനെ വരുന്നു. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അണ്ടിൽ എ ഫെജിഡനിക് സ്പോട്ട് കംസ്, വളരെ പെട്ടെന്ന് വളരുന്ന ഒരു വ്രണം അവിടെ രൂപം കൊള്ളുന്നു. വ്രണത്തിന്മേൽ വ്രണം, പൊറ്റയ്ക്കുമേൽ പൊറ്റ, അങ്ങനെ വന്നിട്ട് ഒരു ഹീലിംഗ് നടക്കുന്നില്ല, വേണ്ടത്ര രക്തചംക്രമണമില്ല. ഈ പൊറ്റകൾക്ക് കീഴെ മുഴകൾ പോലെ, കല്ലിപ്പ് പോലെ ഉണ്ടാകുന്നു. അവസാനം അവിടെ പെട്ടെന്ന് വലുതാകുന്ന, പെട്ടെന്ന് വർദ്ധിക്കുന്ന വ്രണങ്ങൾ വരുന്നു. ദിസ് കണ്ടീഷൻ ഈസ് സോ മച്ച് ലൈക്ക് എപ്പിത്തീലിയോമ ദാറ്റ് ക്രിയോസൈറ്റ് ക്യൂർഡ്. ദിസ് കണ്ടീഷൻ ഈസ് സോ മച്ച് ലൈക്ക് എപ്പിത്തീലിയോമ, തൊലിയിലുണ്ടാകുന്ന മുഴ, അത് ക്യാൻസറസ് ആവാം, അല്ലാതെയും ആകാം. ദാറ്റ് ക്രിയോസൈറ്റ് ഹാസ് ക്യൂർഡ് എപ്പിത്തീലിയോമ. ഇത്തരം തൊലിയിലുണ്ടാകുന്ന, തൊലിക്ക് കീഴുണ്ടാകുന്ന മുഴകളെ, അത് ക്യാൻസറസ് എന്നോ ഇല്ലെന്നോ പറയുന്നില്ല, അല്ലാത്തതെന്നോ ബിനൈനെന്നോ പറയുന്നില്ല, ഏതായാലും അതിനെ ക്രിയോസോട്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ്? ക്രിയോസോട്ടിൻ്റെ ടോട്ടാലിറ്റി ഉണ്ടെങ്കിൽ, ക്രിയോസോട്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ സുഖപ്പെടുത്തും. അത് ക്യാൻസറസ് എന്നുള്ള വാക്ക് ഇവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ വേണം നമ്മൾ രോഗികളെ നോക്കിക്കാണാനും ഔഷധങ്ങളെ നമ്മൾ കണ്ടെത്താനും, കണ്ടെത്തി പ്രയോഗിക്കാനും. അപ്പോൾ ഇതൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസിൽ വലിയ ആത്മവിശ്വാസം തരുന്ന അറിവുകളാണ് ഇതൊക്കെ. ഹൈ ടെക്നോളജിയുടെ, മോഡേൺ ടെക്നോളജിയുടെ അത് കാണിച്ചു തരുന്ന അറിവുകൾ, മറ്റൊരു തരത്തിലുള്ള കാണാക്കാഴ്ചകൾ, അതൊന്നും നിങ്ങളെ ഭയപ്പെടുത്തുകയോ ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് അകറ്റുകയോ ചെയ്യരുത്. ഹോമിയോപ്പതിയുടെ തത്വങ്ങൾ ഏതൊരു കാലഘട്ടത്തിലും മാനവരാശിയുടെ രോഗശാന്തിക്കായുള്ളവയാണ് ഹോമിയോപ്പതിയുടെ തത്വങ്ങളും അവയിൽ അധിഷ്ഠിതമായ ഔഷധങ്ങളും. അപ്പം അതിനെ ആ തരത്തിലെടുക്കുകയും ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യാൻ ഇത്തരം അറിവുകൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡ് കൂടി ഈ അധ്യായം അവസാനിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.